ഇന്നത്തെ പത്രങ്ങളിൽ മാതൃഭൂമിയും മാധ്യമവും വേറിട്ട് നിൽക്കുന്നു. കാരണം ഇതാണ് മാധ്യമത്തിന്റെ ഒന്നാം പേജ്. വളരെ വ്യത്യസ്തമായ ഒരു ഒന്നാം പേജ് പുറത്തിറക്കിക്കൊണ്ടാണ് മാധ്യമം ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാലോ, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഉരുൾപൊട്ടലിന്റെ ഒന്നാം വാർഷികമാണ് വരുന്നത്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ മതി. 4 ദിവസം കൂടി കഴിയുമ്പോൾ ഈ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികം വരികയാണ്. 1 വർഷം പിന്നിടുകയാണ്. 1 വർഷം പിന്നിട്ടിട്ടും പിണറായി സർക്കാർ ആ ദുരന്ത ബാധിതരോട് ചെയ്ത ക്രൂരത എന്ന് തന്നെയാണ് പറയേണ്ടത്. ക്രൂരത, അവഗണനയൊന്നല്ല, ക്രൂരതയാണ്. അതിനെ തുറന്നു കാട്ടുകയാണ് മാധ്യമം ഈ പേജുകളിലൂടെ, ഈ ഒന്നാം പേജിലൂടെ. ഇതിനുള്ളിലും വളരെ വിശദമായ വാർത്തയുണ്ട്. ഒന്നാം പേജിലെ തലക്കെട്ട് ഇരുളിൻ മഹാനിദ്രയിൽ എന്ന ആ കവി വാചകത്തെ ഉരുളിൻ മഹാനിദ്രയിൽ എന്നാക്കി മാറ്റിയിരിക്കുന്നു. നിന്നുണരുമോ സർക്കാർ എന്നാണ് മാധ്യമം ചോദിക്കുന്നത്. മഹാനിദ്രയിൽ നിന്ന് പിണറായി സർക്കാർ ഉണരുമോ? എവിടെ ഉണരാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും മനുഷ്യന്മാര് ഒന്നാകെ അവരുടെ ജീവനും സമ്പാദ്യവും എല്ലാ വസ്തുവകകളും എല്ലാം കുത്തിയൊലിച്ചു പോയിട്ടും സംസ്ഥാന സർക്കാർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. കുറെ കാലം ഇവര് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു. കേന്ദ്രം തരുന്നില്ല. അവസാനം ആ കഥകളൊക്കെ, ആ കണക്കുകളൊക്കെ കള്ളത്തരമാണ് തെളിഞ്ഞപ്പോ ഒന്നും ചെയ്യാതെ ഇതിൽ നിന്ന് എങ്ങനെ കൊള്ളയടിക്കാം, ഓരോ ദുരന്തം ഉണ്ടാവുമ്പോഴും എങ്ങനെ കൊള്ളയടിക്കാം എന്നാണ് പിണറായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ മാധ്യമം പറയുന്നത്. ഞാൻ മാധ്യമത്തിലേക്ക് കടക്കാം. കാലവും അധികാരികളും 1 വർഷം മുഴുവൻ ഇത്രയേറെ നിസ്സംഗമായി നോക്കി നിന്ന മറ്റൊരിടവും ഉണ്ടായേക്കില്ല എന്നാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. കാലവും അധികാരികളും 1 വർഷം മുഴുവൻ ഇത്രയേറെ നിസ്സംഗമായി നോക്കി നിന്ന മറ്റൊരിടവും ഉണ്ടായേക്കില്ല. അതിൽ പറയുന്നു, അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. മുഖ്യമന്ത്രിക്ക് വരെ അപേക്ഷ നൽകി. നഷ്ടപരിഹാരത്തെക്കുറിച്ച് അധികാരികൾ ഒന്നും പറയുന്നില്ല. അബൂ പൂക്കാട്ടിൽ പറയുന്നു, ചൂരൽമലയിൽ നിന്ന് തകർന്ന വീടുകൾ 435, സ്വന്തം കിടപ്പാടം ഇനി എന്നാണ് ഈ അബൂ പുറക്കാട്ടിരി ചോദിക്കുന്നത്. 435 വീടുകളാണ് തകർന്നത് അത്രേ. ഇതിൽ ഏറ്റവും പരിഹാസ്യമായ ഒരു കാര്യം എന്താ അറിയോ? 435 വീടുകളാണ് കെട്ടിക്കൊടുക്കേണ്ടത്. നിങ്ങൾ ആ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായ ഈ മഹാപ്രളയത്തെ തുടർന്ന്, ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ, തെലങ്കാനയും കർണാടകവും തമിഴ്നാടും ഒക്കെയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ, KPCC-യും KCBC-യും മുസ്ലിം ലീഗും DYFI-യും അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ മനുഷ്യനും ഈ നിരാലംബരായ ജീവൻ ബാക്കി വന്ന ആ മനുഷ്യർക്ക് കൈത്താങ്ങായി നിന്നപ്പോ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത്? അതൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ 435 വീടുകൾക്ക് പകരം ഇവിടെ 1400-ഓളം വീടുകൾ ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് വിവിധ ഏജൻസികൾ വാഗ്ദാനം ചെയ്തതാണ്. നിങ്ങൾ അക്കാലത്തെ പത്രങ്ങളൊന്നും എടുത്തു നോക്കണം. എത്ര വാഗ്ദാനങ്ങൾ. 100 വീടുകൾ, 50 വീടുകൾ, 25 വീടുകൾ എല്ലാം എണ്ണി നോക്കുമ്പോൾ ഏതാണ്ട് 1400-നടുത്ത് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംസ്ഥാന സർക്കാരുകളും ഒക്കെ പറഞ്ഞപ്പോഴും സംസ്ഥാന സർക്കാർ ആകട്ടെ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്താ? കച്ചവടം നടക്കില്ല. ദുരന്തത്തിൽ നിന്ന് കച്ചവടം നടത്തണം. ഇതാണ് പിണറായി എന്ന അതിക്രൂരനായ, നിഷ്ഠൂരനായ കാരണഭൂതത്തിന്റെ മനസ്സിലിരിപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയുടെ CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 750 കോടി രൂപ, 756 അതിന്റെ അടുത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 750 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കവെയാണ്. NDRF-ന്റെ വേറെ 560 കോടി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1200, 1300, 1400-ഓളം കോടി രൂപ ഈ ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ കയ്യിൽ എത്തിയിട്ടാണ് ഈ 435 കുടുംബങ്ങൾക്ക് ഇനിയും വീട് കെട്ടിക്കൊടുക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ക്രൂരത. ഇതിന് ക്രൂരത എന്നല്ലാതെ പിന്നെന്താണ് പറയേണ്ടത്?
ഇവർക്ക് ദിവസം തോറും 300 രൂപ ഈ ഹതഭാഗ്യർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് 300 രൂപ വീതം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവരുടെ വാടക കൊടുക്കാൻ, താൽക്കാലികമായി താമസിക്കാനുള്ള വാടക കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ 2-3 മാസം കൊടുത്തു, പിന്നെ കൊടുത്തില്ല. അവിടെ പ്രക്ഷോഭങ്ങൾ നടന്നു. അവിടെ ഒരുപാട് സർക്കാരിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു. കയ്യിൽ പൈസ വെച്ചിട്ട് ആ പൈസയൊക്കെ വകമാറ്റി ചെലവഴിക്കുകയാണ്, ദൂർത്തടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം, അവിടെ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിപ്പോയ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം 15 ലക്ഷം തന്നെങ്കിൽ 15 ലക്ഷം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വീട് അവിടെ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീട് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷം. സർക്കാർ നിർമ്മിക്കുന്ന വീടിന്റെ ചെലവ് എത്രയാണെന്നറിയോ? 30 ലക്ഷം. 30 ലക്ഷം രൂപക്കാണ് സർക്കാർ ഈ കൊച്ചു വീടുകൾ കെട്ടിക്കൊടുക്കുന്നത്. ഇവിടെ വിവിധ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ വിവിധ സംഘടനകളൊക്കെ ഇതിൽ നിന്ന് പിന്മാറിയത്, അല്ലെങ്കിൽ ഈ അവർ പറയുന്നത് നിങ്ങൾ വീട് വെച്ച് കൊടുക്കണ്ട, പിണറായി സർക്കാർ പറയുന്നവരോട് നിങ്ങൾ വീട് വെച്ച് കൊടുക്കേണ്ട, കാശ് താ, ഞങ്ങൾ പുട്ടടിക്കട്ടെ, ഞങ്ങൾ ദൂർത്തടിക്കട്ടെ, ഞങ്ങൾ കൊട്ടാരങ്ങൾ കെട്ടട്ടെ, ഞങ്ങൾ അർമ്മതിക്കട്ടെ, പൈസ വരിക, പൈസ താ. മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ കൊടുത്തില്ല. അവർ സ്വന്തം നിലക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് അവർ ആ സ്ഥലം വാങ്ങിയതിൽ കള്ളത്തരം നടന്നു, പിരിവിൽ കള്ളത്തരം നടന്നു, KPCCയുടെ വീട് നിർമ്മാണം, എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുകയാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം പൈസ വേണം. പാവം കുട്ടികൾ കാശ് കൊടുക്ക പൊട്ടിച്ച പൈസ, ആടിനെ വിറ്റ പൈസ, പശുവിനെ വിറ്റ പൈസ, സ്ഥലം വിറ്റ പൈസ, ഇതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് ഈ പാവങ്ങളെ, ഈ ദുരിത ബാധിതരെ പിണറായി സർക്കാർ വഞ്ചിക്കുകയാണ്. ഒരു വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തിനൊരു വർഷം? 1, 2, 3 മാസത്തിനകം, ഏറി വന്നാൽ 3 മാസം പോട്ടെ, ഒരു 6 മാസത്തിനകം ഇവർക്ക് ടൗൺഷിപ്പോ വീടുകളോ ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ പൈസ 750 കോടി രൂപ കിടക്കുകയാണ്. നേരത്തെ ഒരു TV ചാനലിൽ ഒരു അവതാരകൻ പറഞ്ഞ പോലെ ഒരു 1.5 കോടി രൂപ ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്കെ ഒരു 1.5 കോടി രൂപയാണ് കൊടുക്കാനുള്ള പൈസ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തു കിടക്കണ്ട. കേന്ദ്രം ഒരുപാട് സഹായിച്ചു, കേന്ദ്രം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. എല്ലാം വാങ്ങി വെച്ച് കട്ടുമുടിക്കുന്ന ഇങ്ങനൊരു ദുരന്തം, ഇതിനെയാണ് മാധ്യമം തുറന്നു നീക്കിയത്. മാധ്യമം പറയുന്നു, ഇതാ 128 പരിക്കേറ്റവർ, ഇവർ ചോദിക്കുന്നു തുടർ ചികിത്സക്ക് വഴിയെവിടെ. ആലോചിക്കണം, തുടർ ചികിത്സക്ക് വഴിയെവിടെ എന്ന് ചോദിക്കുന്നു പിണറായി വിജയ. കേൾക്കണം, ഈ മാധ്യമത്തിന്റെ ഈ പേജ് അന്തംഗമ്മികള് ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ ഇരട്ടച്ചങ്കന്റെ കാരണഭൂതത്തിന്റെ ഈ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെയാണ്. ആ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട 435 കുടുംബങ്ങളെ ഇപ്പോഴും മഴയത്ത് നിർത്തിയിരിക്കുന്നു. ഈ മഴയത്ത് 435 കുടുംബങ്ങളെ നിർത്തിയിരിക്കുന്നു. മരണമടഞ്ഞു പോയ, അല്ലെങ്കിൽ ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ നൂറുകണക്കിന് ആൾക്കാരുടെ ശാപം ഇടുത്തിയായി വീടും വിജയ നിന്റെയൊക്കെ മൂർധാവിൽ. നീയൊക്കെ കത്തിത്തീരും. അതാണ് നിനക്കൊക്കെ കാലം കാത്തുവെച്ചിരിക്കുന്നത് കേട്ടോ. സഹിക്കില്ല, ഒരാളും സഹിക്കില്ല. എന്ത് ന്യായീകരണമാണോ നിനക്കൊക്കെ പറയാനുള്ളത്? കയ്യിൽ പൈസ വെച്ചിട്ട്, കയ്യിൽ കോടികൾ വെച്ചിട്ട് ഈ പാവങ്ങളെ വഞ്ചിക്കുക. 15 ലക്ഷത്തിന് വീട് നിർമ്മിക്കാമെന്നിരിക്കെ 30 ലക്ഷം അവിടെ കൈയിട്ട് വാരണം, അവിടെയും കൈയിട്ട് വാരണം. മരിച്ചവരുടെ അണ്ണാക്കിൽ കൈയിട്ട് ഈ നമ്മുടെ ആരാണ് മൊയ്തു താഴത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി വലിച്ചെടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ വിജയ. അങ്ങനെയുണ്ട്. മയ്യത്തിന്റെ മുഖത്ത് നിന്ന് തുണി വലിച്ചെടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട്, അതാണ് വിജയം ചെയ്യുന്നത്. ഇതാണ് അന്തംഗമ്മികൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. പുത്തുമലയിൽ പണ്ട് ഈ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചു കൊടുത്ത വീടുകളൊക്കെ 2-ാം വർഷം 3-ാം വർഷം ആകുമ്പോഴത്തേക്കും ചോർന്നലിക്കാൻ തുടങ്ങിയിരുന്നു. അതേമാതിരി ചോർന്നലിക്കുന്ന വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത്, കോടികൾ കയ്യിൽ വെച്ചിട്ട്. ഇതാ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, അവിടുത്തെ ദുരന്ത ബാധിതരുടെ അനുഭവങ്ങൾ ഓരോരുത്തരുടെ രേഖാചിത്രങ്ങളിലൂടെ മാധ്യമം അവതരിപ്പിക്കുകയാണ്. ഭാര്യയും 2 മക്കളും ഉമ്മയും പെങ്ങളും ഒക്കെ ഉരുൾപൊട്ടലിൽ പോയി. അവർക്കൊന്നും ഓടി രക്ഷപ്പെടാനായില്ല. ഞാൻ കൊടുവള്ളിയിൽ ജോലി സ്ഥലത്തായിരുന്നതിനാൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു, മൻസൂർ ഈട്ടി പറയുന്നു.
ചികിത്സക്ക് സ്വന്തമായി പണം കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. നടക്കാനും കൂടുതൽ സമയം നിൽക്കാനും പറ്റില്ല. ഇടത് കൈ ചലിപ്പിക്കാൻ പോലും ആവില്ല. ഡിസംബറിലെ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി വന്നത് 70,000 രൂപയാണ്. മുബീന പാണക്കാടൻ പറയുന്നു. പരിക്കേറ്റവർ 128. ഇവർ ചോദിക്കുന്നു, തുടർ ചികിത്സക്ക് വഴിയെവിടെ വിജയ? 2 ഏക്കർ തോട്ടവും വിളകളും ഉരുളെടുത്തു. പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി നടത്തിയും മറ്റും സമ്പാദിച്ചവയാണ്. കറവയുള്ള 10-ലേറെ പശുക്കളും പോയി. ഞങ്ങളുടെയും മകന്റെയും വീട് തകർന്നു. മകന് വീട് പാസ്സായിട്ടില്ല. തകർന്ന വ്യാപാര സ്ഥാപനങ്ങൾ 70. ഉപജീവനം ഒഴുകിപ്പോയ അനേകം മനുഷ്യർ. ഇനി എന്ത് ചെയ്യണം? ഉരുൾ ദുരന്ത ഭൂമിയിൽ ഇനിയും ഒപ്പാത്ത കണ്ണീരിലൂടെ മാധ്യമം പ്രത്യേകാന്വേഷണം ഇന്നു മുതൽ. പേജ് 6-7 ഉള്ളിലെ പേജുകളിലടക്കം മാധ്യമം ഒരു അന്വേഷണ പരമ്പര നടത്തുകയാണ്. എന്താണ് മുണ്ടക്കയിലും ചൂരൽമലയിലും വിജയൻ എന്ന് പറയുന്ന ഏറ്റവും കഴിവുകെട്ട ധൂർത്തനായ അധികാരമോഹിയായ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്? ആ ക്രൂരത മാധ്യമം മാത്രമല്ല, മാതൃഭൂമിയുടെ ടോപ്പ് ബാർ സ്റ്റോറി ഇതാ. മാതൃഭൂമി കുറച്ചൊക്കെ എന്താ പറയാ, വെള്ളം പൂശിക്കൊണ്ടാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ. തൃപ്തിയുണ്ട് പക്ഷേ വേഗം പോരാ എന്നാണ് മാതൃഭൂമി പറയുന്നത്. തൃപ്തിയുണ്ട് പക്ഷേ വേഗം പോരാ. ഉരുൾപൊട്ടലിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് മാതൃഭൂമി നടത്തിയ സർവേയിൽ ഗുണഭോക്താക്കൾ പറഞ്ഞതാണ്. ഗുണഭോക്താക്കളാണ് പറഞ്ഞത് കേട്ടോ. ഗുണഭോക്താക്കൾ പ്രത്യേകിച്ച് കുറ്റൊന്നും പറയില്ല. കാരണം എങ്ങനെയെങ്കിലും കിട്ടാനുള്ളത് കിട്ടിക്കോട്ടെ എന്നുള്ള ധാരണയിലാണ് അവർ പറയുന്നത്. എങ്കിലും അവർ പറയുന്നു വേഗത പോരാ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം പോരെന്ന് 90%-ലധികം അഭിപ്രായപ്പെട്ടു. 90%-ലധികം പേരാണ് അഭിപ്രായപ്പെട്ടത് വേഗത പോരാ എന്ന്. അതാണ് ശരിക്കും ഇൻട്രോ കൊടുക്കേണ്ടത്. പക്ഷേ മാതൃഭൂമി, ഞാൻ പറഞ്ഞ പോലെ, പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന മാതൃഭൂമി, അല്ലെങ്കിൽ പിണറായി വിജയന് പലപ്പോഴും ഒത്താശ ചെയ്യുന്ന മാതൃഭൂമി പത്രം ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് മയപ്പെടുത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. പറയുന്നു 90% ഇതിൽ അതൃപ്തരാണ്. ആ ഗുണഭോക്താക്കൾ വേഗത പോരാ. 1 വർഷമായിട്ടും ഇവരെ മഴയിൽ നിർത്തിയത് എന്തിന് എന്ന് മാതൃഭൂമിയും ചോദിക്കുന്നു. ടൗൺഷിപ്പ് വൈകുന്നതിൽ ആശങ്ക എന്ന് 6-ാം പേജിൽ വാർത്തയുണ്ട്. സർക്കാരിന്റെ ഇതുവരെയുള്ള പുനരധിവാസ പട്ടികയിൽ 402 കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്. 402 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഇപ്പൊ കയ്യിലുള്ള പൈസയുടെ ഒരു 5% മതി. 5% മതി. 95% നിങ്ങൾക്ക് പുട്ടടിക്കാം. ബാക്കി 5% മതി വിജയ. അതുപോലും കൊടുക്കാത്ത നീയൊക്കെ എന്തിനാടോ ചരക്കാനിരിക്കുന്നത്? ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? നിന്നെയൊക്കെ ഇവിടെ ഭരിക്കാൻ ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കാനാണല്ലോ. ഇത് 6-ാം പേജ് കൂടി ഒന്ന് കാണും നിങ്ങൾ. എഡിറ്റോറിയൽ പേജില് ടൗൺഷിപ്പ് വൈകുന്നതിൽ ആശങ്ക, അതാണ് തലക്കെട്ട്. ടൗൺഷിപ്പ് വൈകുന്നതിൽ ആശങ്ക. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം 1 വർഷമാകുമ്പോൾ 4 ദിവസം മാത്രം ബാക്കി. അപ്പോഴാണ് മാതൃഭൂമി എഴുതുന്നത്. സർവേ ഇങ്ങനെ. ജൂലൈ 12 മുതൽ 17 വരെയാണ് സർവേ നടന്നത്. ജൂലൈ 12 മുതൽ 17 വരെ നടത്തിയ സർവേയിലെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ കണ്ടെത്തലുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. 1 വർഷമായിട്ടും ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം പോലും പൂർത്തിയാക്കില്ല. 1 വർഷമായിട്ടും ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം പോലും, ഒരു മാതൃകാ വീടെങ്കിലും നിർമ്മിച്ചു തരണ്ടേ? ഇല്ല, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വർഷകാലത്ത് ഇനി എന്ത് പണി? എത്ര കഴിയണം ഇനി പണി പുനരാരംഭിക്കാൻ? വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങളുമായി ഈ പത്രമെത്തും. മറ്റു പത്രങ്ങളും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും പിണറായി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ലജ്ജാകരമായ, അപഹാസ്യമായ, കൊടും ക്രൂരത നിറഞ്ഞ അവഗണനയുടെ കഥകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് കേരളം. ഇതാണ് പിണറായി വിജയന്റെ കേരളം. എന്താണ് നവോത്ഥാന കേരളം. 3-ാം തവണയും വോട്ട് ചെയ്യണം കേട്ടോ. 3-ാം തവണയും വോട്ട് ചെയ്യണം. ഞങ്ങൾ നന്നാവട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരിക എന്നുള്ളതാണ് പുതിയ പോളിസി. വോട്ട് ചെയ്യുക. കുട്ടികൾ സ്കൂളിൽ വരുമ്പം പാമ്പ് കടിയേറ്റ് മരിക്കും, ഷോക്കേറ്റ് മരിക്കും, ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു മരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവിധ തോന്നിവാസങ്ങൾ ചെയ്യും. പക്ഷെ വോട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ വീണ്ടും വരും. നിങ്ങളെ ഞങ്ങൾ ഭരിച്ച് ഞങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കും. അതാണ് കേരളം. നന്ദി സുഹൃത്തുക്കളെ, നന്ദി. ബാക്കി അടുത്ത വീഡിയോയിൽ.